വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മിനി ഡേ ഇൻ മൈ ലൈഫാണ്. മിനി ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറേ ചവർ സംഭവം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇൻക്ലൂഡ് ചെയ്യാത്തത് ചവറായതുകൊണ്ട് മാത്രമല്ല, മറന്നു പോയിട്ടും കൂടി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് എനിക്ക് എക്സാമോ ഡേയോ കോളേജിലേക്ക് പോകേണ്ട അങ്ങനത്തെ ഒന്നും പരിപാടികളില്ല. ക്രാഫ്റ്റിൻ്റെ വർക്കൊന്നുമില്ല, ഒരു പരിപാടിയില്ല. തനി മടി പിടിച്ചൊരു ഡേ ഇങ്ങനെയാണ് എൻ്റെ ഓൾമോസ്റ്റ് ഡേയും പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ മടി പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ആ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ 9 മണിക്കൊക്കെ എഴുന്നേറ്റേക്കുന്നത്. സത്യം പറയാമല്ലോ, കാരണം എക്സാം ഡേയ്സിൽ അടുപ്പിച്ച് 4 മണിക്കൊക്കെ എഴുന്നേറ്റുകൊണ്ട് പിന്നെ നല്ല ഉറക്കച്ചെലവുണ്ടായി. അതൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടി 9 മണിയായപ്പോഴാണ് എഴുന്നേറ്റ് രാവിലെ ഫ്രഷപ്പൊക്കെ ആയി ഫേസ് വാഷൊക്കെ ചെയ്തു. ആ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ ബയോട്ടിക്കിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യണത്. എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അതിനെ കണ്ടുപിടിച്ചിട്ട് ഏകദേശം ഒരു 1 മന്ത് ആയിട്ടുള്ളൂ കേട്ടോ. കാരണം എൻ്റെ ഓയിൽനെസ്സും ഡ്രൈയും ഒക്കെ കണ്ടപ്പോഴാണ് പിന്നെ ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് ഡ്രൈ സ്കിന്നാണെന്ന് കരുതി ആ ഒരു ടൈപ്പ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് എന്തായാലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ബയോട്ടിക്കിൻ്റെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നും അത്യാവശ്യം നന്നായിട്ട് സ്യൂട്ടബിളായിട്ട് പോകുന്നതാണ് കേട്ടോ. പിന്നെ ബോഡി ലോഷനായിട്ട് യൂസ് ചെയ്യുന്നത് പാരച്യൂട്ടിനെയാണ്. കാരണം എൻ്റെ കൈയും കാലും നല്ലപോലെ ഡ്രൈ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നന്നായിട്ട് ബോഡി ലോഷൻ യൂസ് ചെയ്യാറുണ്ട്. അതിനനുസരിച്ച് ഡിഫറൻസ് എൻ്റെ കയ്യിലും കാലിലും ഫേസിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ പുറത്തേക്ക് ഇറങ്ങുന്നത്. കാരണം ഇത് രാവിലെ തന്നെ ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നെ ചെയ്യില്ല. കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് സ്കിന്നിന് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അത്യാവശ്യം ചെറിയൊരു മഴയുണ്ട്. നല്ലൊരു ക്ലൈമറ്റാണ്, ഒരു മൂടി കെട്ടിയ കാലാവസ്ഥ എന്നൊക്കെ പറയൂലേ, ആ ഒരു ഇതുപോലെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് സ്നാക്ക് ഐറ്റംസ് ആണ് വാപ്പി കടയിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ മോമോക്ക് ഞാൻ ഓർത്തു ദോശമാവിരിപ്പുണ്ട്, ദോശ ചുട്ടു കൊടുക്കാമല്ലോ എന്നൊക്കെ ഓർത്തു. കാരണം മോമോക്ക് ഈ ദോശ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനിങ്ങനെ കുട്ടിയായിട്ട് ഞാൻ ദോശ ചൂടാറുള്ളൂ കേട്ടോ. ഇതൊക്കെ ഞാൻ ഓരോ വീഡിയോസിൽ കണ്ടിട്ട് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് സക്സസ് ആയതാട്ടെ. കാരണം അപ്പം അവൻ കഴിക്കാൻ എല്ലാം ഇങ്ങനെ ചെറുതാകുമ്പോൾ കുറച്ചുള്ളൂല്ലോ എന്ന് ഓർത്തിട്ട് പിള്ളേർ കഴിക്കും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഞാൻ മോമോക്ക് കുട്ടി ദോശ ഒരു വലിയ ദോശ ചൂടുന്നത് 2ആയിട്ട് ചൂടും കേട്ടോ. അങ്ങനെ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഇവന് കറി വേണ്ട. അല്ലെങ്കിൽ ഇവൻ കറി പൊതുവേ കുറവാണ് കഴിക്കുന്നത്. ചോറിന് മാത്രമേ കേട്ടോ അങ്ങനെ കറി കഴിക്കുള്ളൂ. ഇങ്ങനെ ചാറ് കറിയൊന്നും കഴിക്കുകയുമില്ല കേട്ടോ. എൻ്റെ ഒരു ടൈപ്പാണിവൻ. അപ്പോൾ അവനുള്ള ദോശയൊക്കെ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എഴുന്നേറ്റ് വഴി നല്ല വിശന്നിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ ഈ ദോശയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾ വേഗം ചോദിക്കും. അപ്പോൾ ഇങ്ങനെ എങ്ങാനും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ആൾക്ക് വയലൻ്റ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ അവനെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ ഒന്ന് ചെയ്തു വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് സ്നാക്ക് ഐറ്റമാണ് കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചവർ ഐറ്റംസ് ഒന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഉച്ചക്കാലത്തെ കാര്യങ്ങളോ ഒന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. വീട്ടിലെ പണികളൊക്കെ തന്നെ അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് അധികം നേരം പഠിക്കാനിരുന്നു. കാരണം എനിക്കിഷ്ടപ്പെട്ട സംഭവമാണ് ഇനി എക്സാമിന് വരാൻ പോണത്. ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. മാത്സ് ഇഷ്ടമല്ല, സ്റ്റാറ്റി ഇഷ്ടമാണ്. അപ്പോൾ സ്റ്റാറ്റി ആട്ടോ ഈ ഇരുന്ന് പഠിക്കുന്നത്. കാരണം ഈ കണക്ക് കുത്തിയുള്ള പണി എനിക്ക് പൊതുവേ ഇഷ്ടമാണ്. അപ്പോൾ അതങ്ങനെ നല്ല തകൃതിയായിട്ട് പഠിത്തം നടക്കുന്നുണ്ട്. പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം വാപ്പിയുടെ കടയിൽ വന്ന് ചായ, അത് നിർബന്ധം കേട്ടോ. മിക്കപ്പോഴും പറ്റുന്ന ഡേയ്സിലൊക്കെ ഞങ്ങൾ വന്ന് ചായ കുടിക്കാറുണ്ട്. ഇന്ന് ആളില്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ടേബിളിലൊക്കെ ഇരുന്ന് കുടിക്കാറുണ്ട്. അല്ലെങ്കിൽ അവിടെ വല്ലയിടത്തൊക്കെ നിന്നൊക്കെ കഴിക്കേണ്ടി വരും. അങ്ങനെ ചായയുടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ മോമോ ഭയങ്കര വയലൻറ്റ്, ഫോണിന് വേണ്ടിയിട്ടുള്ള വയലൻ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോൺ തരില്ല, ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. കാരണം ആദ്യം പൊതുവെ കുറച്ച് മുമ്പ് അവന് നല്ല ഫോണിന് അഡിക്ഷൻ ഉണ്ടായി. ഇനി അത് പതിയെ മാറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ വാപ്പി ഫോൺ കൊടുത്തു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അവൻ ഇപ്പോൾ വീണ്ടും അതിലേക്ക് വരുന്നുണ്ട്. ഞാൻ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഫോൺ തരില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു ഇത് മാറ്റാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പ്രോപ്പറായിട്ടുള്ളൊരു ഫ്രഞ്ച് ഫ്രൈസ് ഒന്നുമല്ല കേട്ടോ. കാരണം ആൾ നല്ല വയലൻ്റ് ആയതുകൊണ്ട് അതൊന്നും നടക്കില്ല. കാരണം ആളെ തിണ്ണയുമ്പോൾ കയറ്റി ഇരുത്തിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് കേട്ടോ. എന്നാലാണ് ആളൊന്ന് കൂളാവുള്ളൂ, കരച്ചിലൊക്കെ ഒന്ന് നിർത്തുള്ളൂ കേട്ടോ. അങ്ങനെ അവനുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആവുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. എപ്പോഴാണ് ഫ്രഞ്ച് ഫ്രൈസ് ആവണേന്ന് ചോദിച്ചിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവനുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ നന്നായിട്ട് മുരിഞ്ഞൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അവൻ എനിക്ക് 8ൻ്റെ പണിയൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. കാരണം ആളെ കൂളാക്കാൻ ഇതൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ. കാരണം വേറെ ആരുടെ അടുത്തിരുന്നാലും ആൾ കൂളാവില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ മാറ്റി മറിച്ചൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ആൾ ഓക്കെ ആവും. അങ്ങനെ അവനിതാ ഫ്രഞ്ച് ഫ്രൈസ് നല്ല മുരിച്ച് ഇച്ചിരി മുളക് പൊടിയും ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇട്ട് കാണിച്ചതാണ് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. മോമോ ഹാപ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. കാരണം ഫുഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞാനൊന്നല്ല കേട്ടോ ഈ ഒരു പരിപാടി ഒന്നും ചെയ്യൽ, ഉമ്മി തന്നെയാണ് കേട്ടോ.
പിന്നെ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ആൾ കൂളായി. ഇനിയിപ്പോൾ എനിക്കുള്ള പണികൾ ചെയ്യാമല്ലോ എന്ന് ഓർത്ത് ആളതാ ഫ്രഞ്ച് ഫ്രൈസും കൊടുത്ത് ഹോളിലേക്ക് ഉമ്മിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ കഴുകണം, മാരിനേറ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാക്കിയ ചിക്കൻ്റെ കുറച്ച് ബാക്കി എൻ്റെ ഉമ്മിക്കുള്ള സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലും കറി ആവശ്യം വരുമല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ചെടുത്ത് ബാക്കി വെക്കും. അത് മിക്ക വീടുകളിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞങ്ങളിവിടെ ചെയ്യാറുണ്ട് കേട്ടോ. അത് കണ്ട് ഞാനിപ്പോൾ കട വീട്ടിൽ ചെന്നാലും ഞാനിത് പരീക്ഷിക്കാറുണ്ട്. കാരണം ഉമ്മിച്ചൊന്നും അങ്ങനെ പൊതുവേ ഹസ്ബൻഡിൻ്റെ ഉമ്മ പൊതുവേ ഇതുപോലെ ഒന്നും മാറ്റൊന്നും വെക്കില്ല. പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇതേപോലെയൊക്കെ മാറ്റി വെക്കാറുണ്ട് കേട്ടോ. പിന്നെയുള്ള സ്ഥിരം പരിപാടിയാണ് ഈ നുറുക്കി ചെറുതാക്കണ പരിപാടി. കാരണം ഇപ്പോൾ കുറച്ചുള്ളൂ എന്ന് തോന്നും. വലിയ കഷ്ണമാകുമ്പോൾ അംഗസംഖ്യ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് വലുതാക്കി കട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരാൾ പറഞ്ഞു കൊടുത്താൽ പിന്നെ 2-3 കഷ്ണം ഒരാൾ തന്നെ എടുത്താൽ വേഗം പരിപാടി തീരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വലിയ പീസൊക്കെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്യണ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കഴുകിയൊന്ന് ഊറ്റാൻ വെക്കണം. ഇനി അതിനുശേഷം എന്താ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാ മുളക് പൊടിയും മല്ലിപ്പൊടിയല്ല മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇച്ചിരി തൈരൊക്കെ ഒഴിച്ച് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മുടെ ചിക്കൻ ഇനി അതിലേക്ക് പെറുക്കിയിടണം. ഇനി ചിക്കൻ പുരട്ടി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഞാൻ കൈ വെച്ച് മാരിനേറ്റ് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കൈ നന്നായിട്ട് പുകയും. ചിലവർക്ക് അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ ഉമ്മമാർക്കൊന്നും അങ്ങനെ ഇല്ല. എനിക്ക് പക്ഷെ നന്നായിട്ട് പുകയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ പണിക്ക് നിൽക്കാറില്ല. പക്ഷേ ഈ സംഭവം ഉണ്ടാക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഉമ്മയുടെയൊക്കെ പണി കൊടുക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് സവാള അരിയാനും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കാമല്ലോ എന്ന് ഓർത്ത് അപ്പോൾ ഇതിനതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിലിരുന്ന് സെറ്റ് ആവട്ടെ. ഫ്രിഡ്ജിൽ വെച്ച് തന്നെ പെട്ടെന്ന് ആവില്ലല്ലോ എന്ന് ഓർത്ത് ഫ്രീസറിലൊക്കെ കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ടൈമിന് ശേഷം നമ്മൾ ചിക്കൻ പൊരിക്കാനിട്ടിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ പൊരിച്ചും ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മളിനി സവാളയും ബാക്കി കറിക്കുള്ളത് ആക്കാൻ പോണത്. സവാള വാട്ടിയൊക്കെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ ആ ഓയിൽ വേറൊരു ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ചട്ടിയുടെ കോലമൊന്നും കണ്ട് തെറ്റിദ്ധരിക്കണ്ട, നല്ല ഇന്ത്യാലയത്തിൻ്റെ ചട്ടിയാണ്, അടിപൊളി ചട്ടിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചട്ടിയാണിത്. അപ്പോൾ അങ്ങനെ ആ ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കുറച്ച് സവാള ഇട്ട് നോർമലി ഉണ്ടാക്കുന്ന പോലെ എനിക്കിങ്ങനെ പൊരിച്ച് വെക്കുന്നതാണ് എനിക്കിഷ്ടം. ഞങ്ങളുടെ ഇവിടെയൊക്കെ പൊരിച്ചാണ് വെക്കണത്. ചില സൈഡിൽ പൊരിക്കാതെ വെറുതെ വെക്കുന്നുണ്ട്, അതെനിക്കിഷ്ടമില്ല കേട്ടോ. പിന്നെ വെളുത്തിരിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ ഇരിക്കുമെന്ന് തോന്നുന്നു എനിക്കറിയാം. കാക്കയുടെ വീട്ടിലൊക്കെ അങ്ങനെ ജസ്റ്റ് കുക്കറിലിട്ട് അങ്ങനെ വെക്കുള്ളൂ. പക്ഷെ അതെനിക്കിഷ്ടമില്ല കേട്ടോ. അപ്പം എനിക്കിങ്ങനെ സവാളയൊക്കെ വാട്ടി നല്ല രീതിയിൽ പൊരിച്ച് അങ്ങനെയൊക്കെ വെക്കണം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതങ്ങനെ തിളച്ച് നല്ല രീതിയിൽ കുറുകി വരട്ടെ. കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് തിളക്കട്ടെ കേട്ടോ. അങ്ങനെ തളയൊക്കെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മോമോ കൊതിച്ചും നടക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ചെയ്യണ ഇടയിൽ ഉമ്മി പിറ്റേ ദിവസം കടയിലേക്ക് കൊടുക്കാനുള്ള ചക്കയുടെ അടയുടെ പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് അട കൊടുക്കും. ചക്കയുടെ അടയുണ്ട് കടയിൽ. അപ്പോൾ അതിനുവേണ്ടി ഉമ്മി ചക്കയുടെ ഉലിയ എന്നാണ് ഇവിടെ പറയുന്നത്, ഉലിഞ്ഞിട്ട് വേവിക്കാൻ പോവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് രാത്രി ഫുഡ് കഴിക്കുകയാണ്. ചിക്കൻ കറി ഉണ്ട്, കപ്പിയുണ്ട്, ബ്രെഡും ഉണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞിടെ മോമോക്ക് ചോറും മുട്ടയുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു.